എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂലോട്ട് സ്വാഗതം. അപ്പോൾ അമ്പലത്തിൽ വെച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് സച്ചിയും രേവതിയും കൂടി വീട്ടിലോട്ട് വരുവാണ്. രേവതി അപ്പോൾ കഴുത്തിലിട്ട ആ പൂമാലയില്ലേ അത് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ സച്ചി പറയും, ഇതെന്തിനാ ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്? അപ്പോൾ രേവതി പറയും, ഇത് വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റില്ലല്ലോ, 2 ദിവസം നമുക്ക് നമ്മുടെ മുറിയിൽ സൂക്ഷിച്ചിട്ട് കളയാം എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, അല്ല നമ്മൾ ഇതിട്ടിട്ട് വേണം വീടിൻ്റെ ഉള്ളിലോട്ട് കയറാൻ എന്ന് പറയും. അപ്പോൾ രേവതിക്കൊരു ചമ്മൽ, കാരണം അവിടുത്തെ വീട്ടുകാർക്കൊന്നും രേവതി അത്ര ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് പോയാൽ അവർ കളിയാക്കൂലേ എന്നൊരു വിചാരമാണ് രേവതിക്ക്. അപ്പോൾ സച്ചി പറയും, എന്തായാലും ശരി, ഈ മാല ഇട്ടിട്ട് വേണം, ഇപ്പം നമ്മുടെ ഏതായാലും കല്യാണം കഴിഞ്ഞതല്ലേ, കല്യാണം കഴിഞ്ഞവർ ആദ്യമായിട്ട് വീട്ടിൽ കയറുമ്പോൾ ഈ മാലയൊക്കെ ഇട്ടിട്ട് വേണം കയറാൻ എന്ന് പറഞ്ഞ് സച്ചി രേവതിക്ക് ആ മാല ഇട്ടിട്ട് പൂമാല ഇട്ട് കൊടുത്ത് വാതിക്കൽ അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ചന്ദ്രയാണ് ഇവർ വരുന്ന രംഗം ആദ്യമായിട്ട് കാണുന്നത്. ചന്ദ്ര ഇവരെ കണ്ടതും ഒന്ന് അത്ഭുതപ്പെട്ട് അന്തം വിട്ട് അങ്ങനെ നിൽക്കുവാണ് മുമ്പിൽ തന്നെ. പിന്നീട് അച്ഛൻ വരും. അച്ഛൻ വരുമ്പോഴേക്കും അച്ഛന് ഭയങ്കര സന്തോഷമാവും. സച്ചിയും രേവതിയും കൂടി നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ അച്ഛനെ കാണുമ്പോൾ സച്ചിക്കും രേവതിക്കും സന്തോഷമാവും. അച്ഛൻ പറയും, എൻ്റെ മനസ്സ് നിറഞ്ഞ മക്കളെ നിങ്ങളെ ഇങ്ങനെ കാണുമ്പോഴെന്നൊക്കെ പറയും. വർഷയും ശ്രീകാന്തും അതുപോലെ തന്നെ രണ്ടുപേരും ഞെട്ടിയിരിക്കുവാണ്. അപ്പോൾ പറയും, അമ്മ ചോദിക്കുവാണ്, എന്താണ് കടയിൽ പൂമാല ചിലവാവാത്തതുകൊണ്ടാണോ നീ അതൊക്കെ എടുത്ത് കഴുത്തിൽ തൂക്കിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നേന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറയും, ഞങ്ങളുടെ കടയിൽ നല്ല വരുമാനമുണ്ട്, നല്ല ചിലവും ഉണ്ട്, അമ്മ വേണമെങ്കിൽ അവിടെ വന്നിരുന്ന് നോക്ക്, അപ്പോൾ മനസ്സിലാവും എന്ന് പറയും. ചന്ദ്രക്ക് ഇതൊന്നും പിടിച്ചിട്ടില്ല. ചന്ദ്ര പറയുവാണ്, മൊബൈൽ റീചാർജ് ചെയ്യുന്നത് പോലെ നീ എന്തിനാ പിന്നെയും പിന്നെയും കെട്ടിക്കൊണ്ട് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ നാണമില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ സച്ചി പറയും, അതിന് ഞാൻ എൻ്റെ ഭാര്യയെ തന്നെയല്ലേ വീണ്ടും കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്, അല്ലാതെ വേറെ ആരെയും അല്ലല്ലോ. അച്ഛൻ പറയും, മോളെ വർഷേ, നീ പോയി ആ തട്ട് ആരതി തട്ട് ആദ്യമായിട്ട് ഇവർ കല്യാണം കഴിഞ്ഞ് വന്നതല്ലേ, അപ്പോൾ ആരതി ഒഴിഞ്ഞു വേണം അകത്തോട്ട് കയറ്റാനെന്നൊക്കെ പറയുമ്പോൾ വർഷയ്ക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ലല്ലോ. വർഷ ചോദിക്കും, ആരതി തട്ട് ഞാൻ എടുക്കാം അങ്കിളെ, പക്ഷെ അതിലിടുന്ന ആ ചുമന്ന പൊടിയില്ലേ, അതെന്താ മുളക് പൊടിയാണോ അല്ലെങ്കിൽ ചുമന്ന കളറുള്ള വേറെ വല്ലതുമാണോ? നല്ല വർഷയോടാണ് ഏതായാലും രവി ആരതി തട്ടെടുത്തോണ്ട് വരാൻ പറഞ്ഞത്. അങ്കിള് പറയും, രവി പറയും, മോളെ വർഷ നീ ഒന്നും എടുക്കണ്ട, എന്നിട്ട് ചന്ദ്രയോട് പറയും, നീ പോയി എടുത്തോണ്ട് പോവാന്ന് പറയും. ചന്ദ്രക്കാണെങ്കിൽ ഇതങ്ങോട്ട് പിടിച്ചിട്ടില്ല. ചന്ദ്ര പറയും, ഒന്ന് പോയേ, ഇവരെ ഒരു പ്രാവശ്യം ആരതി ഒഴിഞ്ഞ് കയറ്റിയല്ലേ, ഇനി കയറ്റേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് ചന്ദ്ര പറയുമ്പോഴേക്കും, അമ്പലത്തിൽ വെച്ച് കെട്ടിയതല്ലേ, ദൃഷ്ടിദോഷം ഉണ്ടാവും, നീ പോയി എടുത്തോണ്ട് പോവാന്ന് പറഞ്ഞ് രവി ചന്ദ്രയെ ചീത്ത പറയുവാണ്. രവിയുടെ സൗണ്ടിലെ ടോണൊക്കെ മാറിയപ്പോൾ ചന്ദ്രക്കൊന്ന് അല്പം പേടിയായി. ചന്ദ്ര പിന്നെ അകത്തോട്ട് എടുക്കാൻ പോയി. പിന്നെ വരുന്നത് നമ്മുടെ ശ്രുതിയും ശ്രുതിയാണ്. അവരും ഇവരെ കളിയാക്കി സംസാരിക്കുന്നുണ്ട്. ഇതെന്താ വെച്ചാൽ ഇവർ മാലയൊക്കെ ഇട്ട് വരുന്നതെന്ന് കണ്ടിട്ട് എല്ലാവർക്കും ഇവരെ കണ്ട് നല്ല അസൂയുണ്ട്. ആകെ സന്തോഷിക്കുന്നത് നമ്മുടെ അച്ഛനും പിന്നെ വർഷയും ശ്രീകാന്തുമാണ്. വേറെ എല്ലാവർക്കും ഇവരെ കണ്ടപ്പോൾ ഇത്തിരി ദേഷ്യം വന്നിട്ടുണ്ട്. ചന്ദ്ര ആരതിയൊക്കെ എടുത്ത് വരുമ്പോൾ അവിടെ നിന്ന് മനസ്സിൽ വിചാരിക്കുവാണ്, ഇവളെ ആരാരതി ഒഴിയാ, ഞാനോ എൻ്റെ പട്ടി ഒഴിയും എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ കൊണ്ട് ഒഴിയിക്കാൻ വേണ്ടി പോകുവാണ് കേട്ടോ. ശ്രുതിയാണെങ്കിൽ നല്ല തന്ത്രപരമായിട്ട് ഒഴിഞ്ഞു മാറി. അമ്മയല്ലേ ഈ വീട്ടിലെ കാരണവർ, അപ്പം അമ്മ വേണം ഒഴിഞ്ഞിട്ട് അകത്തോട്ട് കയറ്റാനെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ കൊണ്ട് തന്നെ ആരതി ഒഴിപ്പിക്കുവാണ്. ചന്ദ്ര ഒഴിഞ്ഞ് അവർ അങ്ങോട്ടേക്ക് അകത്തോട്ടൊക്കെ കയറ്റി. കുഴപ്പമില്ല, ദേഷ്യത്തിലാണെങ്കിലും ചന്ദ്ര നല്ലോണം ഒന്ന് ഒഴിഞ്ഞിട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് രണ്ടുപേരും വലതുകാലം വെച്ച് അകത്തോട്ട് കയറുവാണ്. അപ്പം അച്ഛൻ ചോദിക്കും, നിനക്ക് ഈ ദൈവകാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലല്ലോ, പിന്നെ നീ എന്താ ഇങ്ങനെ വലതുകാലൊക്കെ വെച്ച് കയറാൻ? അപ്പോൾ സച്ചി പറയും, എനിക്ക് വിശ്വാസമില്ല, പക്ഷേ രേവതിക്ക് നല്ല വിശ്വാസമില്ലേ, അതുകൊണ്ടാണ് അച്ഛാ എന്നൊക്കെ പറഞ്ഞ് നല്ല ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ശ്രീകാന്ത് വന്ന് അവർക്ക് കൺഗ്രാറ്റ്സ് ഒക്കെ പറയും. അപ്പോൾ സുധി ഇത് കണ്ടിട്ട് ചോദിക്കും, നീ എന്തിനാടാ സച്ചി ഒരു കോമാളിത്തരം കാണിച്ചതിനൊക്കെ കൺഗ്രാറ്റ്സ് കൊടുക്കുന്നതെന്നൊക്കെ പറയും. ഇവരൊരു പ്രാവശ്യം കെട്ടിയല്ലേ, അവൻ പൊട്ടത്തരം കാണിക്കുമ്പോഴൊക്കെ നീ കൺഗ്രാറ്റ്സ് കൊടുക്കുമെന്ന് പറയും. ഇവരൊരു പ്രാവശ്യം കെട്ടിയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ സച്ചിക്ക് ഇത് കേൾക്കുമ്പോഴേക്കും നല്ല ദേഷ്യം വരുവേ. സച്ചി ശ്രുതിക്ക് നല്ല ചുട്ട മറുപടി കൊടുക്കും, എടാ ഒരാൾക്കൊരു പെണ്ണിനെ തന്നെ എത്ര പ്രാവശ്യം വേണമെങ്കിലും കെട്ടാം, പക്ഷെ വിശ്വസിച്ച് പന്തലിൽ വരുന്ന പെണ്ണിനെ ഇട്ട് ഓടിക്കളയാൻ പാടില്ല, ചതിക്കാൻ പാടില്ല. കാരണം ശ്രുതി കല്യാണ സമയത്ത് ഓടിപ്പോയ ആളാണല്ലോ, ശ്രുതിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി. അപ്പം അച്ഛൻ പറയും, നിനക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, ഇനി മിണ്ടാണ്ടിരുന്നു എന്ന് പറയും. ഏതായാലും ശ്രുതിയുടെ വയറ് നിറച്ചും സച്ചി കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു കാര്യമില്ലാതെ സച്ചിയെ കളിയാക്കാൻ വന്നതാണ്. സച്ചി അതേ കോയിലെല്ലാം തിരിച്ചടിച്ചിട്ടുമുണ്ട്. സച്ചി പറയുവാണ്, രേവതി ഇന്നത്തെ ദിവസം കലണ്ടറിൽ മാർക്ക് ചെയ്തിടണം, ഇന്നാണ് ഞങ്ങളുടെ ശരിക്കും കല്യാണം കഴിഞ്ഞെന്ന് പറയുമ്പോൾ ചന്ദ്ര ചോദിക്കും, അപ്പോൾ നിങ്ങൾ അന്ന് കഴിഞ്ഞത് ബൊമ്മ കല്യാണമായിരുന്നു എന്ന് ചോദിച്ച് കളിയാക്കുമായിരുന്നു. അപ്പോൾ സച്ചി പറയും, അന്ന് ഞങ്ങളുടെ ഇഷ്ടമില്ലാണ്ട് തന്നെയല്ലേ നിങ്ങൾ കെട്ടിച്ചത്, അച്ഛൻ്റെ നിർബന്ധപ്രകാരം ഞങ്ങൾ രണ്ടുപേരും ഒട്ടും താല്പര്യമില്ലാണ്ടാണ് കെട്ടിയത്, ഇതാണ് ഞങ്ങളുടെ യഥാർത്ഥ കല്യാണം എന്ന് പറയുമ്പോൾ ശ്രുതി പിന്നെയും കളിയാക്കുവാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും നാളെ ലിവിങ് ടുഗദർ ആയിരുന്നു എന്ന് ചോദിക്കും. സച്ചി പിന്നെയും ശ്രുതിക്ക് നല്ല ചുട്ട മറുപടി തന്നെ കൊടുക്കും, കല്യാണത്തിന്
കല്യാണത്തിന് മുമ്പ് നീ കുറച്ച് നാളൊരു പെണ്ണിൻ്റെ കൂടെ നടന്നില്ലേ, അത് നിൻ്റെ സംസ്കാരം അതുപോലെയാണോന്നല്ലേ നീ ഇപ്പം ഞങ്ങളോട് ചോദിച്ചത്. അച്ഛാ കേട്ടില്ലേ, ഇവൻ്റെ സ്വഭാവം അവൻ പിന്നെയും പുറത്തെടുക്കുവാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെ മുമ്പിലും ശ്രുതി പിന്നെയും നാണം കെടുവാണ്. ശ്രുതി പറയും, സച്ചി നീ അതുപോലെയാണോ ഞങ്ങൾ ഇത്ര നാൾ കഴിഞ്ഞതെന്നല്ലേ ചോദിച്ചതെന്ന് പറയുമ്പോൾ ശ്രുതി പറയും, ശ്രുതി ഒന്നും മിണ്ടാണ്ടിരിക്കെന്ന് പറഞ്ഞ് ശ്രുതിയെ നാവിന് വിലങ്ങിടുവാണ് ശ്രുതി. അച്ഛ കല്യാണം കഴിഞ്ഞ് ഇനിയും കുറച്ച് ചടങ്ങുകളില്ലേ എന്ന് പറയുമ്പോൾ രവി ഇനിയും ഉണ്ട്, വിളക്കൊക്കെ കത്തിക്കണമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും കൂടി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുവാണ്. അപ്പോൾ വർഷയുടെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ സച്ചി കുടിയനല്ലേ, അപ്പോൾ രേവതി വിട്ടുപോകുമെന്നുള്ള പേടി കൊണ്ട് സച്ചി കളിക്കുന്ന നാടകമാണ് ഇതെന്നൊക്കെയാണ് വർഷ ശ്രുതിയോട് പറയുന്നത്. പാവം രേവതി ചേച്ചി അതൊക്കെ വിശ്വസിച്ച് സന്തോഷത്തിൽ നിൽക്കുക, ഇതൊക്കെ ആ കുടിയൻ്റെ പ്ലാനാണെന്നാണ് വർഷ പറയുന്നത്. വർഷക്ക് സച്ചി ഇഷ്ടമല്ലല്ലോ, രേവതിയാണെങ്കിൽ ഇഷ്ടമാണ്. അപ്പോൾ വർഷയുടെ മനസ്സിൽ രേവതിയോട് സഹതാപമാണ്, സച്ചി കളിക്കുന്ന നാടകമാണ് ഇതൊക്കെയൊന്ന് ഓർത്തിട്ട്. പിന്നെ രണ്ടുപേരും പൂജാമുറിയിൽ പോയി വിളക്കൊക്കെ വെച്ച് അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി പോവും. ചന്ദ്ര അനുഗ്രഹം കൊടുക്കാതെ പോകുമ്പോഴേക്കും രവി വീണ്ടും ചീത്ത പറഞ്ഞ് ചന്ദ്രയെ അങ്ങോട്ട് നിർത്തും. പിന്നെ രണ്ടുപേരും തങ്ങളുടെ പഴയ വിവാഹത്തെക്കുറിച്ചും അന്ന് ഇഷ്ടമില്ലാതെ താലി കെട്ടിയ കാര്യത്തെക്കുറിച്ചും ഇന്ന് കണ്ണിൽ നോക്കി താലി കെട്ടി എന്നൊക്കെ പറയുവാണ് രണ്ടുപേരും. ഏതായാലും എല്ലാവരും നല്ല ഹാപ്പിയാണ്, സച്ചിയും രേവതിയൊക്കെ നല്ല ഹാപ്പിയാണ്. എന്നിട്ട് പറയുക സച്ചി, ഇന്ന് നമ്മുടെ അച്ഛൻ ഇന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്ന് ഞങ്ങളുടെ ശാന്തി മുഹൂർത്തമല്ലേ, അപ്പം മണിയറയൊക്കെ ഒരുക്കണ്ടേന്ന് പറയും. രേവതി ഇത് കേട്ട് ആകെ ചമ്മിപ്പോവും. നമ്മുടെ ശ്രുതിക്കും ഒക്കെ നല്ല ദേഷ്യവും വരുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട്. അപ്പോൾ അച്ഛനും നാണം വന്നിട്ട് രേവതി അച്ഛനും എല്ലാവരും സന്തോഷത്തോടെ തന്നെയാണ്. സച്ചിനെ വിളിച്ച് രേവതി പോവും, നാണം വന്നിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ അവരെന്താ ശ്രുതി പോയി അമ്മയോട് പറയുവാണ്, ഇതൊക്കെ കുറച്ച് ഓവറല്ലേ അമ്മ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ. അപ്പോൾ അമ്മ പറയും, അതാ രേവതിയുടെ അഭിനയമാണ്, രേവതി പറഞ്ഞിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അരപ്പവൻ്റെ താലി കെട്ടിയതിനാണ് അവൾക്ക് ഈ അഹങ്കാരം. ശ്രുതി നീ നിൻ്റെ അച്ഛനോട് പറഞ്ഞായിരുന്നു കിലോ കണക്കിന് സ്വർണം കൊണ്ടുവരാനെന്നൊക്കെ, എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് നിൻ്റെ അച്ഛനെ കാണണമെന്നൊക്കെയാണ് ചന്ദ്ര പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ്, ഈ തള്ള എന്ത് പറഞ്ഞാലും ലാസ്റ്റ് എത്തുന്നത് സ്വർണത്തിലോട്ടാണല്ലോ എന്ന് പറഞ്ഞാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നത്. ബാക്കി വിശേഷങ്ങൾ ഞാൻ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.